ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാമകൃഷ്ണൻ വീണയോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് പോലും വീണ അവിടുന്ന് പോകുന്നില്ല. എനിക്കിവിടെ അധികാരമുണ്ട്, ഞാൻ നിങ്ങളുടെ മകളാണ്, നിയമപരമായി ഈ സ്വത്തുക്കളുടെ എല്ലാം അവകാശി ഞാനാണ് എന്നൊക്കെയാണ് വീണ അദ്ദേഹത്തോട് പറയുന്നത്. ഇത് കേട്ട് ഹരി അവിടേക്ക് വന്നു. അല്ല, എന്നാ ടീച്ചർ ഈ വീട്ടിലെ എല്ലാമായി മാറിയത് എന്ന് വീണ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, അറിയണോ നിനക്ക്, എന്റെ കല്യാണി മോള് അമ്മയില്ലാത്ത ദുഃഖത്തിലാ വളർന്നത്, അതിനൊരു ആശ്വാസം കൊടുത്തതേ ആ ടീച്ചറാ. കല്യാണി ഒരാളെ അമ്മയെന്ന് മനസ്സ് തുറന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലേ അത് ആ ടീച്ചറെയാ. അപ്പോ എനിക്കിവിടെ നിൽക്കാനുള്ള തടസ്സം ആ ടീച്ചറാണ് അല്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ ആണെങ്കിൽ എന്ന് അമ്മാവനും പറയുന്നു. എങ്കിൽ പിന്നെ ആ ടീച്ചറിങ്ങില്ലാതായാലോ എന്ന് വീണ ഇങ്ങനെ പറയുമ്പോൾ ദേഷ്യത്തോടെ ഹരി അവിടേക്ക് വന്നിട്ട് വീണയോട് പറയുന്നുണ്ട്, കൊന്നു കളയും നിന്നെ ഞാൻ. ടീച്ചറിനെ കുറിച്ച് അനാവശ്യമായ ഒരു വാക്ക് പറഞ്ഞാൽ തീർത്ത് കളയും നിന്നെ ഞാൻ കെട്ടിയ താലി എൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ നിന്നെക്കാളും, കുഞ്ഞു പ്രായത്തിൽ ആ സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ നിന്നെക്കാളും ടീച്ചറെ ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഇതിൽ കൂടുതൽ നിന്നെ പോലൊരുത്തിക്ക് മനസ്സിലാക്കി തരേണ്ട ആവശ്യമുണ്ടെന്നേ എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ട് അമ്മാവൻ വീണയോട് പറയുന്നു, ഇനി നിനക്ക് ഇറങ്ങാമല്ലോ. വീണ പറയുന്നു, ഇനിയേ ഞാൻ ഇറങ്ങാൻ ഒരു ഉദ്ദേശവുമില്ല. അടിച്ചിറക്കാൻ പറ്റുമെങ്കിൽ അടിച്ചിറക്ക്, ഇല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെട്, ഞാൻ അവരോട് കാര്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് വീണ മുറിയിലേക്ക് പോകുന്നു. ഇതേ സമയം സുജാതയുടെ വീട്ടിൽ ജീവൻ ഇപ്പോഴും ആ ബെഡിനടിയിൽ കിടക്കുകയാണ്, ബോധമില്ലാതെ. വല്ലാത്ത ടെൻഷനിൽ സുജാതയും. അതേ മുറിയിൽ തന്നെയാണ് വാഷ്റൂമിൽ നിത്യ പോയിരിക്കുന്നത്. ടെൻഷനോടെ സുജാത ഇടയ്ക്കിടയ്ക്ക് ബെഡിനടിയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. എന്നിട്ട് കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ജ്യോതി എവിടേക്ക് വന്നിട്ട് പറയുന്നു, അമ്മേ, നിത്യേച്ചി കാണുന്നതിന് മുമ്പ് നമുക്ക് ഏട്ടനെ ഇവിടുന്ന് മാറ്റിയാലോ? എന്തായാലും ഇവിടെ കിടത്തിയാൽ നിത്യേച്ചി കാണുമെന്ന് പറയുമ്പോൾ സുജാത പറയുന്നു, എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റൂവാ, നീ പിടിക്കെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ജീവനെ ഇങ്ങനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ നിത്യ ഡോറ് തുറന്ന് അവിടേക്ക് വരുന്നു. പെട്ടെന്ന് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് രണ്ടുപേരും. എന്തു പറ്റിയെന്ന് നിത്യ ചോദിക്കുന്നു. രണ്ടുപേരുടെ മുഖം കണ്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ പോലെ. ഞാൻ മുകളിൽ പോയ സമയത്തിന് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ജ്യോതിയോട് നിത്യ ചോദിക്കുന്നു. വന്ന് കയറിയപ്പോൾ അമ്മ പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ നിന്റെ മുഖം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നിത്യേച്ചി ഇവിടുന്ന് പോയപ്പോൾ അമ്മ പഴയ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ ഞാനും എന്ന് ജ്യോതി പറയുമ്പോൾ ഷെൽഫ് തുറന്നുകൊണ്ട് നിത്യ പറയുന്നു, അമ്മയ്ക്ക് എന്നോട് കല്യാണിയുടെ പിറന്നാളിന് വന്നാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ എവിടെ നിന്ന് കരയാൻ പറ്റുന്നത്? എൻ്റെ അമ്മയെ മറക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി മനസ്സിൽ നിന്ന് കളയണം എന്നൊക്കെ പറഞ്ഞ് ഷെൽഫ് തുറന്ന് മറ്റൊരു സാരി എടുക്കുന്നു. ശരി, രണ്ടാളും ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ എന്തിനെന്ന് സുജാത ചോദിക്കുമ്പോൾ ഡ്രസ്സൊക്കെ നനഞ്ഞമ്മയെ മാറ്റണമെന്ന് നിത്യ പറയുന്നു. ഇതിനി മാറ്റാനൊന്നും നിൽക്കേണ്ട, നിനക്ക് അങ്ങോട്ട് പോകണ്ടേ എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട്, ഞാൻ ഇനിയിപ്പോൾ പോകുന്നൊന്നുമില്ല അമ്മേ. നിത്യേച്ചി പോകാതിരുന്ന എങ്ങനെയാണെന്ന് ജ്യോതി ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, ആരെങ്കിലും അവിടെ പോകണം, കല്യാണിക്ക് പ്രസന്റ് കൊടുക്കണം, തിരിച്ചു വരണം, അത് കഴിഞ്ഞല്ലോ. അവിടെ വല്ല കുഴപ്പമുണ്ടോ എന്ന് സുജാത ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു, കുഴപ്പത്തിൻ്റെ മൊത്തക്കച്ചവടമാണല്ലോ വീണ, അവൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം അവൾ ചെയ്യും. ഇടയിൽ അവൾ എന്നോടൊന്ന് കോർക്കാൻ വന്നു, ഞാൻ ഒഴിഞ്ഞു മാറി. അവൾ പറയുന്നത് മോള് കാര്യമാക്കണ്ട, മോള് ചെല്ലാൻ നോക്ക്, ഒന്ന് പോ മോളെ എന്നൊക്കെ ഇങ്ങനെ സുജാത പറയുമ്പോൾ മിണ്ടാതിരിക്കാമേ എന്ന് നിത്യയും പറയുന്നു. പോയേ പറ്റൂ അല്ലേ ജ്യോതി എന്നൊക്കെ സുജാത വീണ്ടും പറയുന്നു. ശരി, ഞാൻ ആദ്യം ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ, നിങ്ങളൊന്ന് ഇറങ്ങ് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും മുറിക്ക് പുറത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുകയാണ് നിത്യ. അവരാണെങ്കിൽ പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. ചെല്ല് എന്തോ നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും പുറത്താക്കി നിത്യ വാതിലടച്ചു. എന്നാൽ ടെൻഷനോടെ വാതിലിനരികിൽ തന്നെ നിൽക്കുകയാണ് സുജാതയും ജ്യോതിയും. നിത്യ ആ സാരി മാറ്റിയിട്ട് മറ്റൊരു സാരി എടുക്കുന്നുണ്ട്. ഇതേസമയം ജീവന് ചെറുതായി ബോധം വരുന്നു. ജീവൻ വല്ലാത്ത അസ്വസ്ഥതയോടെ നിൽക്കുകയാണ്. കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആദ്യം ഒരു മങ്ങൽ പോലെയായിരുന്നു. നിത്യയുടെ മുഖം കാണുകയും ചെയ്തു. നിത്യ അവിടെ സാരി മാറാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സമയം നിത്യയുടെ മുഖം ജീവൻ കാണുകയും പഴയ കാര്യങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞതും പിന്നെ ആ ഒരു നല്ല നിമിഷങ്ങൾ മാത്രമാണ് ഇപ്പോൾ ജീവന്റെ മനസ്സിലുള്ളത്. നിത്യയാണെങ്കിൽ ജീവനെ കണ്ടതുമില്ല. പിന്നെയും കണ്ണിനൊരു മങ്ങൽ പോലെ പെട്ടെന്ന് തന്നെ അബോധാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ജീവൻ. ടെൻഷനോടെ സുജാത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ജ്യോതിയും അതുപോലത്തെ ടെൻഷൻ തന്നെയാണ്. അമ്മേ, ഏട്ടൻ ഉണർന്നാലോ, അമ്മ നിത്യേച്ചി ഒന്ന് വിളിക്ക്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞുവിടുന്ന ജ്യോതി പറയുന്നു. അവർ വിളിക്കാൻ തുടങ്ങിയപ്പോൾ കതക് തുറന്ന് നിത്യ പുറത്തേക്ക് വരുന്നു. ഇത്ര പെട്ടെന്ന് മാറിയോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് കയറി വരുന്നു. മോള് മുകളിലോട്ട് ചെല്ല് എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, അമ്മയോടല്ലേ പറഞ്ഞത് ഞാനിനി പോകുന്നില്ലെന്ന്, എന്നെ അങ്ങോട്ട് പറഞ്ഞയക്കണമെന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം? അവിടെ ചെല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ട് എനിക്കറിയാം, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ പോകുന്നില്ല എന്നൊക്കെ നിത്യ പറയുമ്പോൾ അമ്മാവൻ അവിടേക്ക് വന്നിട്ട് പറയുന്നു, ക്ഷമിക്കണം നിത്യമോളെ, വീണ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ അതിന് ക്ഷമ ചോദിക്കുന്നു. ദേഷ്യമൊന്നും തോന്നരുതെന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു, അയ്യോ അമ്മാവ, എനിക്ക് ദേഷ്യമൊന്നുമില്ല,
എന്നാലേ മോളൊന്ന് മുകളിലോട്ട് വാ, കല്യാണി അന്വേഷിക്കുന്നുണ്ട് എന്ന് അമ്മാവൻ പറയുമ്പോൾ നിത്യ പറയുന്നു, ഞാനിനി അങ്ങോട്ട് വരുന്നില്ല അമ്മാവ. ഞാനിനി അങ്ങോട്ട് വന്നാൽ വീണ നിങ്ങളെ പിന്നെയും ബുദ്ധിമുട്ടിക്കും, ആ കുഞ്ഞിൻ്റെ മനസ്സ് വേദനിച്ചാൽ എന്നൊക്കെ നിത്യ പറഞ്ഞു. മോള് വന്നില്ലെങ്കിൽ അവളുടെ മനസ്സ് വിഷമിക്കുന്നത്. മോളെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാനും ഹരിയും അവളുടെ അപ്പുറവും ഇപ്പുറവും നിന്ന് പിറന്നാൾ ആഘോഷിക്കുന്നത്. എപ്പോഴും അവൾ വല്ലാണ്ട് വിഷമിക്കും. പക്ഷേ ഇന്ന് അവൾക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അത് മോള് തൊട്ടടുത്ത് ഉണ്ടായിരുന്നോണ്ടാ. കല്യാണിക്ക് എല്ലാവരോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണം, അത് കഴിഞ്ഞിട്ട് മോക്കിങ് വരാം. മോളൊന്ന് വരാമോ എന്നൊക്കെ അമ്മാവൻ പറയുമ്പോൾ സുജാത പറയുന്നു, ചെല്ല്, ഇത്രയൊക്കെ ഒരാളെ കൊണ്ട് പറയിക്കണോ? എന്നാ പിന്നെ ഫോട്ടോ എടുക്കാനല്ലേ, എല്ലാവരും കൂടി വാ, കല്യാണിക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് നിത്യ പറയുന്നു. സുജാതയും ജ്യോതിയും എല്ലാവരെയും വിളിക്കുന്നു. ഞങ്ങൾ നിൽക്കുന്ന നിപ്പി വരണ്ടേ എന്നൊക്കെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, അമ്മേ അതിനെന്താ, അമ്മ എങ്ങനെ നിന്നാലും നല്ല ചേലല്ലേ എന്ന് പറയുമ്പോൾ സുജാത പറയുന്നു, നീ ഒന്ന് അങ്ങോട്ട് പോയാട്ടെ. അമ്മാവനോട് വിളിച്ചുകൊണ്ട് പോകാനും പറയുന്നു. അങ്ങനെ നിർബന്ധിച്ച് നിത്യ അവിടുന്ന് പറഞ്ഞയക്കുകയാണ് സുജാതയും ജ്യോതിയും. നിത്യ ആ മുറിന്ന് പുറത്ത് ഇറങ്ങിയ പാടെ പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിടുകയാണ് ജ്യോതി. എന്നിട്ട് അല്പം സമാധാനത്തോടെ നിൽക്കുന്നു. കാരണം ജീവൻ നിത്യയെ കാണാത്തത് കൊണ്ട്. ഇനി നിത്യ തിരിച്ചു വരുമ്പോൾ ഇവൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, എപ്പോഴും ഇതുപോലെ രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല എന്നും സുജാത പറയുന്നു. ശേഷം കാണിച്ചിരിക്കുന്നത് ജീവൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അരികിൽ സുജാതയും ഉണ്ട്. ഇപ്പോഴും ജീവൻ അബോധാവസ്ഥയിൽ തന്നെയാണ്. പതിയെ ഇപ്പോൾ ബോധം വരുന്നുണ്ട്. ഡോക്ടർ ജീവനെ പരിശോധിച്ചിട്ട് പറയുന്നു, ജീവനിനി കൂടുതൽ ചികിത്സ വേണ്ടി വരില്ല. ജീവനെ ഇപ്പോൾ പരിപൂർണമായും ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ജീവൻ ഇനി ഉണരുന്നത് അയാളുടെ പഴയ ഓർമ്മകളുമായിട്ടായിരിക്കുമെന്ന് ഡോക്ടർ പറയുമ്പോൾ തന്നെ സുജാത ഒന്ന് ഞെട്ടി. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ജീവൻ അബോധാവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ പൂർണ്ണമായും ഓർമ്മയിലേക്ക് തിരിച്ചു വരുന്ന ഇയാളെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പേഷ്യൻറ്റിൻ്റെ അസുഖം മാറുന്നത് ഒരു ഡോക്ടറിന് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലത് നടക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാമെന്നും ഡോക്ടർ പറഞ്ഞു. ഒരു സ്കാനിങ് റിപ്പോർട്ടും കൂടി കിട്ടാനുണ്ട്. അത് മെമ്മറിയുടെ കാര്യത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്നും ഡോക്ടർ പറയുന്നു. അത് ഓക്കെ ആണെങ്കിൽ ജീവന് ഈ ഹോസ്പിറ്റൽ വിടാം. അയാൾ പറയുന്ന പേര്, ആ ആൾക്കാരോട് ജീവനുള്ള വൈരാഗ്യം, അതാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. സ്കാനിങ് റിപ്പോർട്ട് വന്നതിന് ശേഷം നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു. നിത്യ എന്നാണ് അബോധാവസ്ഥയിലും ജീവൻ പറയുന്നത്. അത് എന്താണെന്ന് കേൾക്കാൻ സുജാത ഇങ്ങനെ കാത് വെച്ച് നോക്കുമ്പോൾ നിത്യ എന്ന പേരാണ് പറയുന്നത്. അത് കേട്ടപാടെ സുജാത ഒന്ന് ഞെട്ടി. ഇതേസമയം നിത്യ അമ്മാവിൻ്റെ വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹത്തോട് സംസാരിക്കുന്നു. സുജാതയും ജ്യോതിമോളും ഒക്കെ വരാത്തതാണ് ഒരു കുറവ്, അല്ലാതെ മറ്റു കുറവുകളൊന്നുമില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ ആദ്യമോന് വയ്യാത്തോണ്ടല്ലേ എന്ന് നിത്യ പറഞ്ഞു. വീണയും അവിടേക്ക് വന്ന് അവർക്കിടയിൽ ഇരിക്കുന്നു. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ വീണ ദേഷ്യത്തോടെ പറയുന്നു, എനിക്ക് ഈ വീട്ടിൽ എവിടെയും ഇരിക്കാനുള്ള അവകാശമുണ്ടെന്ന്. എന്നാര് പറഞ്ഞു എന്ന് അദ്ദേഹം ചോദിച്ചു. ഫോണുമായി കല്യാണി വന്നിട്ട് പറയുന്നു, അമ്മേ, എനിക്ക് അമ്മയോടൊപ്പം ഒരു ഫോട്ടോ എടുക്കണമെന്ന്. വാ അമ്മേ എന്ന് പറയുന്നു. വീണ വിചാരിക്കുന്നു വീണയായിരിക്കുമെന്ന്. അങ്ങനെ വീണ അവിടെ നിന്നും എണീക്കുകയാണ്. എന്നാൽ കല്യാണി നിത്യയുടെ അരികിലേക്ക് പോയി വാ അമ്മേ എന്ന് പറഞ്ഞ് നിത്യയെ വിളിക്കുന്നു. ആകെ ചമ്മി നാണം കെട്ട് പോവുകയാണ് വീണ. ഹരിയും അമ്മാവനും ഇത് കണ്ട് സന്തോഷപ്പെടുന്നുണ്ട്. നിത്യയെ നിർബന്ധിക്കുന്നു. മോളുടെ ഒരു ആഗ്രഹമല്ലേ, ചെല്ലു ടീച്ചർ എന്ന് പറയുമ്പോൾ വീണയെ നോക്കുകയാണ് നിത്യ. ദേഷ്യത്തോടെ വീണ നിത്യയെ നോക്കുന്നു. അങ്ങനെ നിത്യയും കല്യാണിയും കൂടി ഫോട്ടോ എടുക്കുന്നു. ഇനി അച്ഛൻ്റെ കൂടെ എന്ന് പറഞ്ഞ് ഹരിയെയും വിളിക്കുന്നു. അച്ഛാ എടുക്കച്ച എന്ന് പറഞ്ഞ് നിത്യയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഹരിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് രണ്ടുപേരും ഇരിക്കാനായി പറയുന്നു. 3 പേരും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയാണ് കല്യാണി ആഗ്രഹിക്കുന്നത്. 2 പേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കല്യാണിക്കൊപ്പം. 2 പേരുടെയും തോളിൽ കൈയിട്ട് വളരെ സന്തോഷവതിയായി കല്യാണി നിൽക്കുന്നു. വീണയെ ഇടയ്ക്കിടയ്ക്ക് നിത്യ നോക്കുന്നുണ്ട്. സന്തോഷത്തോടെയാണ് ഹരിയും ആ ഫോട്ടോ എടുക്കുന്നത്. ഇത് കണ്ടിങ്ങനെ വീണയെ കളിയാക്കി ചിരിക്കുകയാണ് അമ്മാവൻ. ചിരിക്കണ്ട, മനസ്സിൽ തോന്നിയത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഹരിയും നിത്യയും ഒരിക്കലും ഒന്നിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് വീണ പറയുമ്പോൾ നിന്റെ സമ്മതം ആർക്ക് വേണമെന്ന് അമ്മാവൻ പറഞ്ഞു. എനിക്ക് വേണ്ടതേ ആ ടീച്ചറിന്റെ സമ്മതമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ നിപ്പ് കണ്ട അറിഞ്ഞൂടെ, ടീച്ചർക്കും സമ്മതമാണ്. ദേഷ്യത്തോടെ അവരെ നോക്കുകയാണ് വീണ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.